ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇതും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ആഴ്സണലിൻ്റെ ഒരു റിവ്യൂ പോലെയാണ്. കൂടുതലും മാൻ യുണൈറ്റഡ് പെർസ്പെക്റ്റീവ്സിലാണ്. മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ മാൻ യുണൈറ്റഡ് ഫാൻ വെരി മച്ച് ഹാപ്പി ആൻഡ് വെരി മച്ച് ഫ്രസ്ട്രേറ്റഡ്. കാര്യം 3 പോയിൻറ്റും കൊണ്ട് തിരിച്ച് എമിറേറ്റ്സിലോട്ട് പോകാൻ വേണ്ടി അവരൊന്നും ചെയ്തിട്ടില്ല. കൂടിപ്പോയ 1 പോയിൻറ്റ് അവർക്ക് ഈ കളിയിൽ കിട്ടേണ്ടതായിരുന്നു. നമുക്ക് മിനിമം 1 പോയിൻറ്റ് ഈ കളി കിട്ടേണ്ടതായിരുന്നു. അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. ബട്ട് ഞാൻ പറയുന്നത് സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ടഫ് റൺ ഓഫ് ഫിക്സ്ചേഴ്സാണ് യുണൈറ്റഡിന് കിട്ടിയിരിക്കുന്നത്. അമോറോ എപ്പോഴും പറയാനുള്ള പോലെ ഇറ്റ് ഈസ് നോട്ട് ഹൗ വി വിൻ ഓർ ലൂസ്, ഇറ്റ്സ് ഹൗ വി പ്ലേ എന്ന് പറയും. അതായത് നമ്മൾ കളി കളിച്ച് ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഈ കളിയിൽ ഇപ്പോൾ സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ കളിക്കാം, ചിലപ്പോൾ കൗണ്ടറിൽ ഗോൾ കയറും. പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പം ആഴ്സണൽ എന്ന് പറയുന്നത് മോശം ടീമൊന്നുമല്ല. ടൈറ്റിൽ കണ്ടൻറ്റേഴ്സാണ് ഇപ്പോഴും. അവർ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ടൈറ്റിലിന് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ഡിഫെൻസീവ്ലി ഭയങ്കര സോളിഡ് ആയിട്ടുള്ളൊരു ടീമാണ്. സെറ്റ് പീസസിൽ എപ്പോഴും ത്രെട്ടുള്ളൊരു ടീമാണ്. അങ്ങനെയുള്ളൊരു ടീമിനെ എസ്പെഷ്യലി പൊസഷൻ വെച്ച് കളിക്കാൻ ഓൾമോസ്റ്റ് ലൈക്ക് പെപ്പ് ഫിലോസഫി ആണല്ലോ ആർട്ടറ്റയും. പൊസഷനൊക്കെ വെച്ച് കളിക്കാൻ ഇഷ്ടമുള്ളൊരു ടീമിന് നമ്മൾ നന്നായി തന്നെ ഹാൻഡിൽ ചെയ്തെന്ന് തന്നെ പറയാം. ഈവൻ ആ ഡൈയിങ് മിനിറ്റ്സിലൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. മഗ്വയർ, ഡിലിറ്റ് എല്ലാവരും ബോക്സിനകത്തുണ്ടായിരുന്നു. ആൻഡ് ഈ കളിയിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 30-ലേറെ ടച്ചസ് ഇൻ ഓപ്പോസിഷൻ ബോക്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മാൻ യുണൈറ്റഡിൻ്റെ കളികളിൽ കണ്ടിട്ട് കാലങ്ങളേറെ സിംഗിൾ ഡിജിറ്റ്സൊക്കെ ഓപ്പോസിഷൻ ബോക്സിൽ നമ്മൾ ടച്ചസ് എടുക്കാറുള്ളൂ. ഇത്തവണ മൊത്തം നമ്മൾ 1.9 ഓൾമോസ്റ്റ് 2 XG നമുക്കുണ്ടായിരുന്നു. ആഴ്സണലിൽ 1 ഉണ്ടായിരുന്നുള്ളൂ. 2-1 XG പരമായി നമ്മൾ ജയിക്കേണ്ടതാണ്. പക്ഷേ നമ്മളൊന്നും കൺവേർട്ട് ചെയ്തില്ല. പിന്നെ ഡേവിഡ് റായ ആൻഡ് അൽത്തായ് ബൈന്ദർ, ഇതായിരുന്നു ഡിഫറൻസ്. ബൈന്ദറിൻ്റെ മിസ്റ്റേക്കാണ്. ആഴ്സണൽ ഓൾഡ് സീസണിലെ പോലെ തന്നെ ന്യൂ സീസണിലും ഡിബേറ്റബിൾ ആയിട്ടുള്ള ഗോൾസ് അടിക്കുന്നു. അതിപ്പം ഓക്കെ, ഫൗളാണ്, അതൊക്കെ ഡിബേറ്റബിൾ ആണ്. പക്ഷേ അൽത്തായ് ബൈന്ദർ കൂടെ ഡൺ ബെറ്റർ. എനിക്ക് തോന്നുന്നു റായയ്ക്കും ഇതേ സിമിലർ സിറ്റുവേഷൻ അവസാനം അങ്ങോട്ട് വന്നു. അത് റായ കൃത്യമായിട്ട് ചെയ്തു. അപ്പം അവിടെ തന്നെ നോക്കിയാൽ ഡിഫറൻസ് മനസ്സിലാവും. മെയിൻലി എനിക്ക് പറയാനുള്ളത്, ഈ ഗോൾ കീപ്പേഴ്സിനെ വെച്ച് ഈ സീസൺ ഓടിക്കുന്നത് റിസ്ക്കാണ്. അത് മുമ്പിലുള്ള നിങ്ങൾ ഡിഫൻഡേഴ്സിനോടും ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അവരുടെ കോൺഫിഡൻസിനെ അത് ലാക്ക് ചെയ്യും. മൊത്തത്തിൽ ജഗപ്പൊക്കെയാവും. അതുകൊണ്ട് ക്ലിയർലി ഒരു കളി കാണിച്ചു തന്നിരിക്കുകയാണ് നിങ്ങളുടെ വീക്ക് പോയിൻ്റ് ഏതാണ്, എവിടെയാണ് നമുക്കിനി സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. ഫ്രണ്ട് ലൈൻ ഒരു രക്ഷയില്ല. മൗണ്ടിനെ ഫോൾസ് നൈനായിട്ട് കളിപ്പിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നും ഇല്ലായിരുന്നെങ്കിലും എല്ലാവരും നന്നായിട്ട് ഡീസൻ്റായിട്ട് കളിച്ചു. മിഡിൽ കസമീറോ എന്ന് പറയുന്ന ഒരു മനുഷ്യന് 90 മിനിറ്റ്സ് കളിക്കാൻ പറ്റാത്തത് കൊണ്ടും ഉഗാർത്തെ ഇറങ്ങി വന്നിട്ട് മണ്ടത്തരങ്ങൾ കുറച്ചൊക്കെ കാണിക്കുന്നത് കൊണ്ടും ക്ലിയർലി ബ്രൂണോ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ട ഒരു, ഇപ്പം അമോറും എന്തായാലും ബ്രൂണോനെ മുമ്പോട്ടിടാൻ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം സിർക്സിയും കോബിമൈനും ഒന്നും നല്ല കളിച്ചിട്ട് പോലുമില്ല. അപ്പം നമ്മൾ ആക്ച്വലി മുമ്പിലും ആയിട്ട് ഒരുപാട് ഓവർലോഡഡ് ആയി പ്ലേയേഴ്സ് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രൂണോനെ പുള്ളി ഈ നമ്പർ 8 തന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കാനാണ് ഉദ്ദേശമെന്ന് തോന്നുന്നു. അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ കൊണ്ടല്ല, നല്ല ലെഗുള്ള, പട്ടിപ്പണിയെടുത്ത് ഓടാൻ കഴിവുള്ള, ഡിഫൻസീവ്ലി ആയിക്കോട്ടെ ബോൾ ക്യാരിങ്ങിലായിക്കോട്ടെ നല്ല കഴിവുള്ളൊരു ബലേബ ടൈപ്പ് പ്ലെയർ തന്നെയാണ് നമുക്ക് വേണ്ടത്. ബലേബനെ ഇപ്പോൾ കിട്ടൂല. പക്ഷേ ഈ സീസണിൽ ഇവരെ 2 പേരെ വെച്ച് ഓടിക്കാൻ പറ്റില്ല. ഇഫ് യു ആർ പ്ലേയിങ് ബ്രൂണോ ഫെർണാണ്ടസ് ആസ് ഇൻ ദാറ്റ് റോൾ, അത് നടക്കില്ല. പിന്നെ നമ്മൾ ആക്ച്വലി അവരുടെ ഡിഫൻസ് സോളിഡ് ആണെന്നറിയാം. എന്നിട്ടും മാത്യൂസ് കുഞ്ഞ വാട്ട് എ പ്ലെയർ, ഇതിൻ്റെ പൊന്നോ. ഞാൻ കഴിഞ്ഞ പ്രീ സീസൺ വീഡിയോസിലൊക്കെ പറഞ്ഞാണ്, കുഞ്ഞ ഇവിടുത്തെ ഒരു ടാലിസ്മാനിക് ഫിഗർ ആവാൻ കൽപ്പുള്ള ഒരു പ്ലെയറാണ്. എംബോമ ആയിക്കോട്ടെ കുഞ്ഞ ആയിക്കോട്ടെ, 2 പേരും അവർ നല്ല ഫിസിക്കലായിട്ടുള്ള ഡിഫൻഡേഴ്സാണ്. ഫിസിക്കലായിട്ടുള്ള ടീമാണ് ആഴ്സണൽ. അവരെയൊക്കെ നല്ലപോലെ ബോഡി ഇട്ടും അല്ലാതെയൊക്കെ ബുള്ളി ചെയ്ത് നൈസായിട്ട് കുറേ സമയങ്ങളിൽ അവരെ വെള്ളം കുടിപ്പിച്ചും ഒക്കെ നിർത്തിയിരിക്കുന്ന 2 പ്ലെയേഴ്സാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വി ഗോട്ട് ടു ഓഫ് ദ ബെസ്റ്റ് അറ്റാക്കേഴ്സ് ഇൻ ദ പ്രീമിയർ ലീഗ് ലാസ്റ്റ് സീസൺ. അത് അവർ ഈ ഇൻറ്റൻസിറ്റി തന്നെ കളിക്കട്ടെ. നമ്മളെല്ലാവരും ടിൽ 94th മിനിറ്റ് 96th മിനിറ്റ് വരെ എല്ലാവരും ഷർട്ടിന് വേണ്ടി കളിക്കുന്നത്, ഓടുന്നതും കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ആഴ്സണൽ ഫാൻസോ ഈവൻ ആർട്ടറ്റോ ആരും ഹാപ്പി തന്നെയല്ല അവരുടെ ഈ റിസൾട്ടിൽ. 3 പോയിൻറ്റ്സ് കിട്ടിയത് ലക്കിയാണ്. അവർ 3 പോയിൻറ്റ്സ് ഡിസേർവ് ചെയ്യുന്നില്ല. ആരും തന്നെ ഹാപ്പിയല്ല. ആൻഡ് ഇറ്റ്സ് കൺസേണിങ് ഫോർ ആഴ്സണൽ ഫാൻസ് ഓൾസോ, ബിക്കോസ് അവർ മുമ്പിലിട്ടിരിക്കുന്ന പെർഫോമൻസ്. പിന്നെ വരുന്നത് ഗ്യുക്കോറസിനെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഗ്യുക്കോറസ് ഒരു എന്താ പറയുക, ഒരു ലോ കോൺഫിഡൻസ് സ്റ്റാർട്ടായിരുന്നു ഗ്യുക്കോറസ് ഒരു എന്താ പറയുക, യൂറോപ്പിലെ ടോപ്പ് സ്കോറൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി കാണിച്ചില്ല. ഇനി കാണിക്കില്ല എന്നൊന്നുമില്ല. പക്ഷേ ഐ ആം വെരി മച്ച് ഹാപ്പി വിത്ത് സെസ്കോ ദാൻ ഗ്യുക്കോറസ് റൈറ്റ് നൗ. പിന്നെ ഷെഷ്കോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഷെഷ്കോ വന്നത് താമസിച്ചാണ്, നമുക്കറിയാം. പ്രീ സീസണൊന്നും കളിച്ചിട്ടില്ല. അപ്പം എനിക്ക് കുറച്ചുകൂടെ സെസ്കോ ഇനിയും നമ്മുടെ പ്ലാൻസിലോട്ട് വരാനുണ്ട്, കുറച്ചുകൂടെ ടീമായിട്ട് ലിങ്കപ്പ് ആവാനുണ്ട് എന്നൊക്കെ തോന്നി. കാര്യം സെസ്കോ ഏതോ ഒരു ഗ്രഹത്തിൽ കൊണ്ടിട്ട പോലെയൊക്കെ ആയിരുന്നു കുറേയൊക്കെ ഇത്. പക്ഷേ ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ ഹിം. മെയിൻലി ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. വെരി മച്ച് ഹാപ്പി അബൌട്ട് ദ പെർഫോമൻസ്. നമ്മൾ കുറേ കാലമായി നമ്മളിപ്പോൾ തോറ്റിട്ട് ഒരു ഇതൊക്കെ പറയാമെന്ന് പറഞ്ഞു. ആകെ ഒരു വിഷമം ഓൾഡ് ട്രാഫോർഡിൽ തോറ്റു.
ഇനി അടുത്ത എമിറേറ്റ്സിലാണ് കളി വരുന്നത്. പിന്നെ നമ്മൾ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സൊന്നും അല്ലല്ലോടെ, നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി നടക്കുന്ന ടീമാണല്ലോ. മറ്റേ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സാണ് ഇന്നലത്തെ കളി കളിച്ചത്. അപ്പം അമോറും പറയുന്നുണ്ട് ഇന്നത്തെ കളിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാം ഞങ്ങൾക്ക് ഏത് ടീമിനെയും ബീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അമോറും തട്ടിവിട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ കളിയാണെങ്കിൽ കൊള്ളാം, അല്ലാതെ എന്താ പറയുക, സീസൺ പുരോഗമിക്കും തോറും ചിലർക്ക് മടിയാവും, ചിലർക്ക് ഓടാൻ വയ്യ, അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ സീനാവും. അത് അങ്ങനെ തന്നെയാണ്. അപ്പം അധികം എക്സ്പെക്ടേഷൻസ് ഒന്നും ഈ സീസണിൽ ഇല്ലെങ്കിൽ പോലും ഒരു പ്രോമിസിങ് ബിഗിനിങ് ആണ്. അറ്റ്ലീസ്റ്റ് പുതുതായിട്ട് കൊണ്ടുവന്ന പ്ലെയേഴ്സൊക്കെ ഷൈനിങ് ആണ്. അതും എല്ലാം മുമ്പിലാണെന്നുള്ളത് നോക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം അറ്റാക്കിംഗ് ഔട്ട്പുട്ട്സ് നമ്മുടെ ഡേറ്റ വൈസ് ആണെങ്കിലും ഐ ടെസ്റ്റിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇറ്റ്സ് ക്ലിയർ ദാറ്റ് റിക്രൂട്ട്മെൻറ്റ്സ് ക്യാൻ ചേഞ്ച് ഇറ്റ്. ആൻഡ് നമ്മുടെ ഡിഫൻസീവ് ലൈനൊന്നും അത്ര മോശമല്ലായിരുന്നു. ഡിലീറ്റ് അടിപൊളിയായിരുന്നു. എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഡെർഗു, ഡിലീറ്റ് എല്ലാവരും അടിപൊളിയായിരുന്നു. അത്ര ബിലോ ആവറേജ് പെർഫോമൻസ് എന്ന് പറയുന്നത് ആകെ ബൈന്ദർ മാത്രമേ ഉള്ളൂ. ബൈന്ദറിന് ആ ഒരു ഇതും പിന്നെ 2 ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് സാക്കയോ ഒടഗാർഡോ 2 പേര് ഷൂട്ട് ചെയ്ത് മാത്രം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബൈന്ദറിന് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. ബാക്കി ഇപ്പോൾ യോറോ ആയിക്കോട്ടെ എല്ലാവരും നന്നായിട്ട് കളിച്ചു. ഉഗാർത്തയിൽ എനിക്ക് കുറച്ച് കൺസേൺസ് ഉണ്ട്. പക്ഷേ ഈ സിർക്സി മെയിനും ഒക്കെ എപ്പോഴാണ് ടീമിൽ എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. മിഡും GK എന്തായാലും വേണം. നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആണോന്നൊന്നും അറിയില്ല. പക്ഷേ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഗെയിമിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എക്സ്പോസ്ഡ് ആണ്. അത് ക്ലിയർ ആയിട്ട് ഇനിയിപ്പം അവർ കണ്ട് എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ്സിനെ കൊണ്ടുവരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ബുക്കായോ സാക്കയൊക്കെ വെരി വെരി സൈലൻ്റ് ആയിരുന്നു കളിയിലൊക്കെ. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക്. ക്ലിയർലി നമ്മൾ ഡോമിനേറ്റ് ചെയ്തു. വെരി മച്ച് ഹാപ്പി. നമ്മൾ ഇത്രയും സെറ്റായിട്ടുള്ള ഒരു ട്രസ്റ്റ് ദ പ്രോസസ് ടീമിനെതിരെ നമ്മൾ കൃത്യമായിട്ട് കളിച്ചു. അവർ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ട്. എല്ലാം ഓൺ എ പോസിറ്റീവ് സൈഡ്. നമുക്കൊരു കിടിലൻ ഒരു സീസൺ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളിപ്പോഴും വി ആർ നോട്ട് ഇൻ ടു ദ ബാൻഡേഴ്സ് ആൻഡ് എന്താ പറയുക പ്രീമിയർ ലീഗ് ടൈറ്റിൽ ആ പരിപാടികൾ ഒന്നും നമ്മുടെ ഇപ്പോഴും തലയിൽ വരരുത്. നമുക്ക് ടീമിനെ ഒന്ന് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലാണെന്ന് മനസ്സിലാക്കുക. അമോറുമിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം. നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.